നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷെ വാടക ജൂൺ മാസം മുതൽ 2000 കൂട്ടി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അടുത്ത മാസം വീട് വിട്ട് തരേണ്ടി വരും. ഇപ്പോ വയസ്സായവരുടെ വാക്കുകൾക്കൊന്നും മക്കളും മരുമക്കളും ഒരു വിലയും തരില്ല. ഇങ്ങനെ പോയാ വന്ദന വൈകാതെ ഇവിടുന്ന് പൊറുതി മതിയാക്കി പോകുന്ന ലക്ഷണം. കാര്യങ്ങൾ നമ്മുടെ വഴിക്കാ വന്നോണ്ടിരിക്കുന്നത്. मैडम गुड मॉर्निंग मैडम ഗുഡ് മോർണിംഗ്. എന്താ കാസിം? വിക്രം സാറ് ഇപ്പൊ ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. കാസിം എന്താ വന്നത്? ഞാൻ എന്റെ കുറച്ച് തുണികൾ ഇവിടെ വെച്ചിരുന്നു. പോയപ്പോ ഞാനത് എടുക്കാൻ മറന്നുപോയി. അത് എടുക്കാനാ വന്നത്. പുറത്ത് ഷെഡിലുണ്ട്, ഞാനത് എടുത്തോട്ടെ. അതിനെന്താ, കാസിം എടുക്ക. ശരി മാഡം. കാസിം, എന്താ മാഡം? ഏട്ടൻ പല സമയത്തും പല രീതിയിലാണല്ലോ പെരുമാറുന്നേ, അന്നത്തെ പോലെ. അല്ല, അന്നൊരു കാര്യമില്ലാതെ കാസിമിനെ ഉപദ്രവിക്കുകയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തില്ലേ? ചില സമയങ്ങളിൽ മാത്രമേ വിക്രം സാർ ഇങ്ങനെയൊക്കെ ആകാറുള്ളൂ മാഡം. എനിക്ക് വിക്രം സാറിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. അങ്ങ് തെക്കൊരു അനാഥാലയത്തിലാ വളർന്നതെന്ന് എനിക്കറിയാം. പിന്നെ അനാഥാലയത്തിന്റെ പേര് അത് ശരിക്കും അങ്ങോട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പുളിങ്കുടി അവിടെയാണ് അനാഥാലയം. മാഡം, ഞാനങ്ങോട്ട്. ശരി കാസിം. ഇപ്പോഴാ ഒന്ന് ഉഷാറായത്. ചായക്കൊരു പ്രത്യേക എനർജിയാ ചന്ദ്രു. വയസ്സ് കുറേ എന്നിട്ടും പ്രായം വെറും അക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ലേ ചന്ദ്രു. ഞാനിപ്പോ 60ന്റെ ചെറുപ്പത്തിലാ. അതൊക്കെ പോട്ടെ, ഞാനിന്ന് ബാങ്ക് മാനേജറെ കാണാൻ പോവാ, ലോണിന്റെ കാര്യത്തിനെ. ഐശ്വര്യത്തോടെ പോയിട്ട് വാ മതേട്ട, എല്ലാം നടക്കും. ചന്ദ്രികെ, നല്ലൊരു കാര്യത്തിന് പോവല്ലേ, നീ തന്നെ. മനസ്സിലായി. ബാഗൊക്കെ ആയിട്ട് അച്ഛനത് എങ്ങോട്ടാ? അമ്മേ, അച്ഛനെന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് പോവുകയാണെന്ന് തോന്നുന്നല്ലോ.
അമ്മേ എന്താ അമ്മേ, അച്ഛൻ വല്ല ബാങ്കിലും പോയതാണോ? അല്ല, വല്ല ലോണോ മറ്റോ എടുക്കാനാണോ എന്ന് ചോദിച്ചതാ. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിച്ചു. രാധേച്ചി വാ ഇരിക്കും. ചന്ദ്രികെ, മാധവൻ നായർ പോയോ? അതെ, ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആ, അങ്ങോട്ട് ഇരിക്കേ, വാ. വീട്ടുവാടക തന്നെന്ന് പറഞ്ഞില്ല ചേച്ചി? വാടകയൊക്കെ തന്നു. മാധവൻ നായരുടെ ഇടപാടല്ലേ, അന്നും ഇന്നും കൃത്യം തന്നെ. ഞാൻ ചായ എടുക്കാം ചേച്ചി. വേണ്ട ചന്ദ്രികെ, ഇപ്പൊ ഒറ്റ ചായയേ ഉള്ളൂ. കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉണ്ടേ. എന്തോ വൈറ്റമിൻ ഡിയോ എന്തൊക്കെയോ കുറവുണ്ടെന്ന് കുട്ടികൾ പറയുന്ന കേട്ടു. എന്നാ പിന്നെ വന്ന കാര്യം അങ്ങ് പറയാം. ഇതും കൂട്ടി 7ാമത്തെ വീടാ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നെ. 11 മാസം കൂടുമ്പോ വാടക ചീട്ട് മാറ്റി എഴുതും. ഈ വീടിന് മാത്രമേ അതൊന്നും ചെയ്തിട്ടില്ല. 10-30 വർഷമായി നിങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ വാടക പുതുക്കൽ കാര്യങ്ങളൊക്കെ നടത്തുന്നതേ ഇളയവളുടെ ഭർത്താവാ. എല്ലാ വീടിനും 2000 രൂപ വെച്ച് കൂട്ടണമെന്നാ അവന്റെ തീരുമാനം. അഡ്വാൻസും 1 ലക്ഷമായി കൂട്ടി. എനിക്ക് നിങ്ങളുടെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല ചന്ദ്രികെ. ഈ വീട് വാടകയ്ക്ക് ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ആള് പോയി. ഡെപ്പോസിറ്റും വാടകയും ഒക്കെ കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു. നിങ്ങളെ മാറ്റാൻ പറ്റില്ലെന്ന് ഞാൻ അവനോട് തറപ്പിച്ച് പറഞ്ഞിരിക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്കേ നമ്മൾ തമ്മിലുള്ള പഴയ ബന്ധങ്ങളൊന്നും അറിയില്ലെന്നേ. രാധേച്ചി, ഇപ്പൊ പെട്ടെന്നങ്ങോട്ട്. ചന്ദ്രികെ, ഡെപ്പോസിറ്റ് വാങ്ങുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞു വേണ്ടാന്ന് വെപ്പിച്ചു. പക്ഷെ വാടക ജൂൺ മാസം മുതൽ 2000 കൂട്ടി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അടുത്ത മാസം വീട് വിട്ട് തരേണ്ടി വരും. ഇപ്പോ വയസ്സായവരുടെ വാക്കുകൾക്കൊന്നും മക്കളും മരുമക്കളും ഒരു വിലയും തരില്ല. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് വച്ചിരിക്കുക. എന്റെ കൃഷ്ണ, മുട്ടൊക്കെ പിടിക്കുന്നു. മരുന്നിന്റെ മുകളിലാ ഇപ്പൊ ജീവിക്കുന്നെ. ആ, എന്നാ ശരി. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.